ഒരു കണക്ഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളൊരു സെറ്റ് ഓഫ് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു സെറ്റും അവരുടെ ഫേവറേറ്റ് ഫുഡ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഇൻഫോർമേഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് തന്നെ ഇപ്പോൾ ബിരിയാണി അതേപോലെ മന്തി ഒരു സെയിം കുട്ടിക്ക് തന്നെ ആ രണ്ട് ഫുഡും ഇഷ്ടമായാൽ അവിടെ എന്താണ് നമുക്ക് ആ ഒരു മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് അല്ലാത്ത രീതിയിലാണ് വരുന്നത്. നേരെ മറിച്ച് നമ്മളൊരു ഫംഗ്ഷന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സെറ്റ് എന്നുള്ള ഒരു വാല്യൂവിന് ഒരു യുണീക്ക് വാല്യൂ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. നമുക്ക് ജസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഫംഗ്ഷൻ ഇൻ മാത്തമാറ്റിക്സ് ഈസ് എ റൂൾ ദാറ്റ് ലിങ്ക്സ് ഈച്ച് എലമെന്റ് ഓഫ് വൺ സെറ്റ് ദാറ്റ് ഈസ് ഡൊമെയിൻ. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ പറയും. പിന്നെ ടു എക്സാക്ട്ലി വൺ എലമെന്റ് ഓഫ് അനദർ സെറ്റ് കോഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ റോൾ നമ്പറും അവരുടെ ആ ഒരു നെയിമും നമ്മൾ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സെറ്റ് എടുത്തിട്ട് ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ 1 എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി, രണ്ടാമത്തെ റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് അടുത്ത കുട്ടി ആ ഒരു ഫോമിലാണ് ഉണ്ടാവുക. അപ്പൊ അവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിന്ന് എക്സാക്ട്ലി ഒരു യുണീക്ക് എലമെന്റൊക്കെ മാത്രമായിട്ടാണ് മാപ്പ് ചെയ്തിട്ട് കാണുക. അപ്പൊ അതാണ് അവിടെ ആ ഒരു ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി ഇത് പറയുമ്പോൾ ഇറ്റ് ഈസ് റിട്ടൺ ആസ് എഫ് ഫ്രം എ ടു ബി. അവിടെ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എ ടു ബിക്ക് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈച്ച് ഇൻപുട്ട് എ ഇൻ എ സെറ്റ് എ വിച്ച് ഗീവ്സ് യുണീക്ക് ഔട്ട്പുട്ട് ബി ഇൻ സെറ്റ് ബി. അതായത് സെറ്റ് ബിയിലെ ബി എന്നുള്ള എലമെന്റ്ക്ക് എ എന്നുള്ള സെറ്റ് എന്നുള്ള എ എന്നുള്ള എലമെന്റ് എന്നുള്ള ആ ഒരു യുണീക്ക് മാപ്പിംഗ് ആണ് അവിടെ ഉണ്ടാവുക. അതിനെ നമുക്ക് എഫ് ഓഫ് എ ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നേരത്തെ നമ്മൾ കണ്ട ടേംസ് ആയിട്ടുള്ള ഡൊമെയിന്, കോഡൊമെയിന്, റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റത്തെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ഡൊമെയിൻ എന്നും സെക്കൻഡ് സെറ്റത്തെ എല്ലാ എലമെന്റിനെയും നമ്മൾ കോഡൊമെയിൻ എന്നും പിന്നെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ആ ഒരു ബിയിൽ വരുന്ന ആ ഒരു വാല്യൂസ്, ആ ഒരു സെറ്റ് ബിയിൽ വരുന്ന ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്യണ ആ വാല്യൂസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. നമ്മൾ ആ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം 1 എന്നുള്ളതിന് 5ക്കും 2 എന്നുള്ളതിന് 9ക്കും 3 എന്നുള്ളതിന് 1ക്കും ആണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഡൊമൈൻ വരുന്നത് ഫസ്റ്റ് എലമെന്റ്, നമുക്ക് ആ ഓരോ ഓർഡേർഡ് പെയർത്തിയും ഫസ്റ്റ് എലമെന്റ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡൊമൈൻ വരുന്നത്. കോഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത് 5, 9, 1 അല്ലെങ്കിൽ 1, 9, 5 അത് തന്നെയാണ് അവിടെ റേഞ്ച് ആയിട്ടും വരുന്നത്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് 1 to 1, ഓൺ ടു, അതേപോലെ ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. 1 to 1 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ പറയുന്നത് ഡിസ്റ്റിങ് ഇൻപുട്ടിന് ഡിസ്റ്റിങ്ക്റ്റ് ഔട്ട്പുട്ട്. ഇപ്പം നമ്മളൊരു മൂവി ജസ്റ്റ് വാച്ച് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ബുക്ക് മൈ ഷോ ത്രൂ നമ്മൾ ആ ഒരു സീറ്റ് കാര്യങ്ങൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് ആ ഒരു സീറ്റ് എന്നുള്ള ഫോമിൽ നമ്മൾ അങ്ങനെ 1 to 1 ഫോമിൽ, അതായത് ഒരു പേഴ്സൺ അയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു സീറ്റ്, അതാണ് എന്ത് എന്ന് പറയുന്നത് 1 to 1. ഇപ്പൊ നമ്മളൊരു മാത്തമാറ്റിക്കലി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ 1 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു അതിൻ്റെ ആ ഒരു 2n എന്നുള്ള രീതിയിൽ n to 2n എന്നുള്ള ഫോമിൽ നമ്മൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ 1 അപ്പുറത്ത് 1 into 2 2 എന്ന് പറഞ്ഞിട്ട് വരും. അതേപോലെ നെക്സ്റ്റ് എലമെന്റ് 2 എന്ന് എടുത്താൽ 2 into 2 4 എന്ന് പറഞ്ഞിട്ട് 2 ന്ന് 4ക്ക് മാപ്പ് ചെയ്യും. ആ ഒരു ഫോമിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതേപോലെ അപ്പുറത്തും നമ്മൾ അങ്ങനെ ആ ഒരു 1 to 1 ഫോമിൽ മാപ്പ് ചെയ്തിട്ട് പോകും. ഇനി സർജക്റ്റീവ്, അതായത് ഓൺ ടു എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഫോമിൽ തന്നെ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ സെക്കൻഡ് സെറ്റിലെ, അതായത് കോഡൊമെയിനിലെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവണം, അല്ലെങ്കിൽ അത് എല്ലാ വാല്യൂസിനും കറസ്പോണ്ടിങ്, അതായത് ആ ഒരു സെറ്റിക്ക് കറസ്പോണ്ടിങ് മാപ്പിംഗ് ആ ഒരു എ എന്ന് പറയുന്ന സെറ്റ് എന്ന് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് എന്ന് പറയുള്ളൂ, ഓൺ ടു എന്ന് പറയുള്ളൂ. ഈ ഒരു ഫംഗ്ഷൻ 1, 1 ആണ് ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബൈജക്റ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ബൈജക്റ്റീവ് ആവുന്ന കേസിൽ നമുക്ക് നെക്സ്റ്റ് വരാൻ പോണ ഒരു കോൺസെപ്റ്റ് സാറ്റിസ്ഫൈ ആവും. നമുക്ക് നെക്സ്റ്റ് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ. അപ്പൊ കുറച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് വേറൊരു സ്പെഷ്യൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു ഐഡന്റിറ്റി വാല്യൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു ഇൻപുട്ട് കൊടുത്താൽ അതേ വാല്യൂ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് നമ്മൾ 3 എന്ന് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് 3 ആയിട്ട് തന്നെ കിട്ടുക. ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ കൊടുത്താലും ഒരേ ഔട്ട്പുട്ട് ആണ് കിട്ടുക. അപ്പോൾ എഫ്
ഓഫ് 3 ഈസ് ഈക്വൽ ടു ഇവിടെ 5 എന്ന് എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ അതിന് 5 ആ കിട്ടിയത്. എഫ് ഓഫ് 100 പറഞ്ഞാലും അതിന്റെ വാല്യൂ 5 എന്ന് പറഞ്ഞിട്ട് കിട്ടി. നെക്സ്റ്റ് ഒന്നാണ് മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മോഡുലസ് ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണെങ്കിലും നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും ആ കിട്ടുന്ന റിസൾട്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടാവും കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് -4 പറഞ്ഞാൽ നമുക്ക് 4 ആണ്. ഇനി എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 3 ആണ്. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാലും എന്താണ് 4 എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ ആണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മളതിനെ ഫ്ലോർ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലും പറയും. രണ്ട് രീതിയിലും അറിയും. അപ്പൊ അതിനെ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ആ ഒരു കോൺസെപ്റ്റ് എന്താ മീൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ആ ഒരു ലാർജസ്റ്റ് വോൾ നമ്പറിന്റെ ഫോമൊക്കെ അതിനെ കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ എഫ് ഓഫ് 2.7 എന്ന് പറയുമ്പോൾ, അതായത് 2.7 നമ്മൾ ഈ ഒരു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഉള്ളിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ആ ഒരു ലാർജസ്റ്റ് വോൾ നമ്പർ, അതായത് നമ്മൾ റൗണ്ട് ചെയ്യല്ല, റൗണ്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ തൊട്ട് മുന്നത്തെ വോൾ നമ്പർ. ഇപ്പൊ 2.7 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ റൗണ്ട് ചെയ്യുക, അതിന് 2ക്കാണ് റൗണ്ട് ചെയ്യുക. അപ്പൊ -1.3 എന്ന് പറയുമ്പോൾ അതിന് -2ക്കാണ് റൗണ്ട് ചെയ്യുക, നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയാം നമ്മൾ അൾജിബ്ര ഓഫ് ഫങ്ഷൻസ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഫംഗ്ഷന്റെ കേസിൽ, അതായത് രണ്ട് ഫംഗ്ഷൻസിന്റെ സം എടുക്കുക, ഡിഫറൻസ് എടുക്കുക, പ്രൊഡക്റ്റ് എടുക്കുക, കോഷ്യന്റ്. അപ്പോൾ ഫംഗ്ഷൻസിന്റെ അഡീഷൻ ജസ്റ്റ് ഈ ഒരു ഫോമിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ x² എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ഒരു എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ എടുത്തു, g ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഫംഗ്ഷൻ x+1 എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ആ രണ്ടിന്റെയും കൂടി സം എടുക്കാൻ പറഞ്ഞാൽ x² + x+1 എന്നുള്ള ഫോമിൽ കിട്ടും. ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞാൽ x² - ഓഫ് x+1 വിച്ച് ഈസ് ഈക്വൽ ടു x² - x - 1 എന്നുള്ള ഫോമിൽ വരും. ഈ പ്രൊഡക്റ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബൈ ഡിസ്ട്രിബ്യൂട്ടീവിലോ x² × x, x² × 1 എന്ന് പറഞ്ഞിട്ട് x³ + x² എന്നുള്ള ഫോമിൽ ആൻസർ കിട്ടും. ഈ കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ x² എഫ് ഓഫ് എക്സിനെ നമ്മൾ g ഓഫ് എക്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ f/g ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണെന്നുണ്ടെങ്കിൽ x² / x+1 എന്നുള്ള ഫോമിൽ കിട്ടും. അപ്പൊ അവിടെ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ ഈ ഒരു കണ്ടീഷനും കൂടി ജസ്റ്റ് എഴുതുക, x ≠ -1, കാരണം അറിയാം -1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് ഡിനോമിനേറ്റർ 0 ആവും, വിച്ച് ടെൻഡ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് കോമ്പോസിറ്റ് ആൻഡ് ഇൻവേഴ്സ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യണത് ഒരു ഫംഗ്ഷന്റെ ഫംഗ്ഷൻ എന്നുള്ള ഫോമിൽ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഫംഗ്ഷൻ നമ്മളെടുത്തുണ്ടാവും, അതിന് നമുക്കൊരു ഇൻപുട്ട് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു ഔട്ട്പുട്ടിനെയാണ് അടുത്ത ഫംഗ്ഷനുള്ള ഇൻപുട്ട് ആയിട്ട് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ g കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ g ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അതാണ് അതിന്റെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ത്രൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x - 3 എന്നും g ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x + 1 എന്നുള്ള ഫോർമുല നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് g കോമ്പോസിഷൻ എഫ് ഓഫ് 13 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, g ഓഫ് എഫ് ഓഫ് 13 വിച്ച് മീൻസ് നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ എഫ് ഓഫ് 13 ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. എഫ് ഓഫ് 13 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്താണ്, x - 3. എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ എന്ത് വാല്യൂ കൊടുത്താലും അതിന്ന് 3 സബ്ട്രാക്ട് ചെയ്യണതാണ് എന്ത് എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ 1000 കൊടുത്താൽ 1000 - 3, ഇതിന്റെ ഉള്ളിൽ ഞാൻ ആക്കിൽ എന്നുള്ള പേര് കൊടുത്താൽ ആക്കിൽ -3, അങ്ങനെ എന്ത് വാല്യൂ കൊടുത്താലും അതിന്ന് എന്ത് ചെയ്യാം, -3 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന് പകരം 13 എന്നുള്ളതാണ് വാല്യൂ. സോ 13 - 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരും, എഫ് ഓഫ് 13 becomes 13 - 3. അപ്പൊ 13 നമുക്കറിയാം 3 സബ്ട്രാക്ട് ചെയ്താൽ എന്താണ് ആൻസർ, 10 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ g ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതായത് ഈ ഒരു എഫ് ഓഫ് 13 എന്ന് പറയണതിന്റെ ഈ ഒരു ഔട്ട്പുട്ട്, അതായത് 10 എന്നുള്ള ഔട്ട്പുട്ടിനെ g ഓഫ് എക്സ് എന്നുള്ളതിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്, അതായത് g ഓഫ് 10. അപ്പൊ നമുക്കറിയാം g ഓഫ് 10 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ g ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ, എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും അതിന്റെ 3 ടൈംസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കൂടി 1 നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് വരും, 3x + 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് നമ്മൾ ഇവിടെ ഈ ഒരു ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താ, എക്സിന്റെ വാല്യൂ ആയിട്ട് 10 ആണ്. അപ്പോൾ 3 × 10
പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് വരും, വിച്ച് മീൻസ് 3 into 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 30 plus 1 എന്ന് പറയുമ്പോൾ 31 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഒരു ഫംഗ്ഷന്റെ ഫംഗ്ഷൻ എന്നുള്ള ഫോമിൽ നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ആ ഒരു കേസിൽ ആദ്യത്തെ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് എന്താണോ കിട്ടുന്നത് അതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. അതായത് ആ നെക്സ്റ്റ് ലെയർ പോലെ നമ്മളിപ്പോ ഒരു ഓറഞ്ച് തൊലിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഒരു ലെയർ ആയിട്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ നമുക്ക് വരുന്നത്. അപ്പൊ ആ ഉള്ളത്തെ ആ ഒരു പാർട്ട് ചെയ്യുക, എന്നിട്ട് അതിന്ന് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ടിനെ അടുത്തതിൻ്റെത്. ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോ 5ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/5 എന്നുള്ള ഫോമിൽ. അപ്പൊ ആ ഒരു ലോജിക് തന്നെയാണ് ഇവിടെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ f of x is equal to 2x plus 5 എന്നാണ്. അതായത് എക്സ് കൂടി നമ്മൾ 5 ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നേരെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് 5 സബ്ട്രാക്ട് ചെയ്യുക, അതേപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ലോജിക്ക്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോയിന്റ് ആണ്, ഈ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് കണ്ടീഷൻ? ഇറ്റ് ഷുഡ് ബി ബൈജക്റ്റീവ്. അപ്പൊ ഇൻവേഴ്സ് ഫംഗ്ഷൻ അവിടെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബൈജക്റ്റീവ് ആവണം. ബൈജക്റ്റീവ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, 1 1 ഓൺ 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ ബൈജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലംസ് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ വരുന്നത് എ ഫംഗ്ഷൻ f from a to b ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ഇറ്റ് ഈസ് സർജക്റ്റീവ്, ഇൻജക്റ്റീവ്, ബൈജക്റ്റീവ്, കോൺസ്റ്റന്റ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ 1 to 1 അതേപോലെ ഓൺ 2 എന്നുള്ള ടേം ആണ്. അതിന് പകരം ജസ്റ്റ് എന്ത് കൊടുത്തു? സർജക്റ്റീവ് അല്ലെങ്കിൽ എന്താ ഇൻജക്റ്റീവ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. രണ്ട് നെയിമും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഒരു കേസിൽ എന്താ വരിക? ബൈജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് വരും. 1 to 1 ആവണം, അതേപോലെ ഓൺ 2 ആവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ആ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇറ്റ് വർക്ക്സ് ഓൺലി ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അത് 1 1 ആണ്, അതേപോലെ ഓൺ 2 ആണെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ എന്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഇൻവേഴ്സ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് എന്ന് പറയാം? ഇൻവേർട്ടിബിൾ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ, ദ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഫോർ എക്സ് ബിലോങ്സ് ടു ആർ ഈസ്. അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് സൈൻ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എക്സിനെ നമുക്ക് റിയൽ നമ്പർ എന്നുള്ള രീതിയിൽ വിട്ടു നിൽക്കുകയാണ്. എനി വാല്യൂ, നമുക്ക് എന്ത് വാല്യൂ ആണെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു റേഞ്ച് ഏത് മുതൽ ഏത് വരെ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -1, പിന്നെ അതേപോലെ -1, ഇൻക്ലൂഡഡ് ആയിട്ട് 0, 1 ഇൻക്ലൂഡഡ് ആയിട്ട്, അതേപോലെ അടുത്ത റേഞ്ച് വരുന്നത് റിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഏതാ ആൻസർ വരിക? ക്ലോസ്ഡ് ഇന്റർവൽ -1, 1. ഓക്കെ, വെരി ഗുഡ്. റീസൺ എന്താന്ന് പറയാൻ പറ്റുമോ? സൈൻ എക്സിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അതായത് സൈൻ എക്സിന്റെ വാല്യൂ നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂസ് എപ്പോഴും -1ന്റെയും 1ന്റെയും ഇടയിൽ അങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോവുക ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർ ജസ്റ്റ് അതിന്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് ദ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 - mod x. ഇപ്പൊ 2 - mod x എന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ച് ഏത് മുതൽ ഏത് വരെ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. -∞ to 2, 0 to 2, 2 to infinity, r റിയൽ നമ്പർ. ആർക്കെങ്കിലും ആൻസർ കിട്ടും? അല്ല, ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് 0 to 2 എന്നുള്ളതാണ്. ഓക്കെ,
കാരണം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് മോഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അവിടെ തരുന്ന ഒരു വേരിയബിൾ പാർട്ട് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അബ്സല്യൂട്ട് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ, അതായത് മോഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ മോഡെക്സിന്റെ വാല്യൂ എപ്പോഴും ഏത് മുതൽ ഏത് വരെയാവും, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ഏത് മുതൽ ഏത് വരെ സ്റ്റാർട്ട് ചെയ്യാം? അബ്സല്യൂട്ട് വാല്യൂ numbers. പോസിറ്റീവ് നമ്പേഴ്സ് ഓൺലി, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെ. നമ്മളിപ്പോ മോഡിന്റെ ഉള്ളിൽ എന്ത് വാല്യൂ കൊടുത്താലും ഇപ്പൊ 0 കൊടുത്താൽ അതിന്റെ ആൻസർ 0 എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. -1 എന്ന് കൊടുത്താൽ 1 എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. -100 കൊടുത്താൽ 100 എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. ഇനി 1000 കൊടുത്താൽ 1000 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏത് വാല്യൂ കൊടുത്താലും മോർ ദാനോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് നമുക്ക് ആൻസർ വരിക അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് മൈൻഡിൽ വരേണ്ട കാര്യം മോഡെക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, 2 - മോഡെക്സ് എന്നുള്ളത് ഡിറൈവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പൊ കിട്ടിയ ഒരു ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് മോഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമുക്ക് 2 - മോഡെക്സ് എന്നാണ്. അപ്പൊ മോഡെക്സിനെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -മോഡെക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ബിക്കംസ് ലെസ് ദാൻ 0. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, -മോഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ കിട്ടി. രണ്ട് സൈഡിലും 2 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും, 2 - മോഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? മോഡെക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതിനെ നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -മോഡെക്സ് എന്ത് എന്ന് പറഞ്ഞിട്ട് കിട്ടും, നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് വരും. 2 നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 2 - മോഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. കാരണം 0 കൂടി 2 ആഡ് ചെയ്താൽ നമുക്ക് 2 വരും. LHS പറഞ്ഞാൽ 2 - മോഡെക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2 - മോഡെക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള ഫോമിൽ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ആവണേന്ന് വെച്ചിട്ട്, അതായത് മോഡെക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് പറയാ, ഇൻക്രീസ് ആവണേന്ന് വെച്ചിട്ട് ആ f(x) എന്ന് പറയുന്നത് എന്താവും, ഡിക്രീസ് ആവും. ഓക്കെ, അങ്ങനെ ആ ഒരു വാല്യൂ എന്ത് വരും, 0 വരെയും അപ്രോച്ച് ചെയ്യുക. അപ്പോൾ 0 to 2 എന്നുള്ള ആ ഒരു ഇന്റർവെൽ ആവും അവിടെ ആൻസർ ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ റേഞ്ച് ഓഫ് f(x) is equal to 1/x where x not equal to 0. നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത് 1/x എന്നുള്ളതാണ്. അവിടെ നമുക്ക് അറിയുന്ന കണ്ടീഷനാണ്, അതായത് ഡിനോമിനേറ്റർ 0 ആവാൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ ആ ഒരു കേസിൽ അവിടുത്തെ റേഞ്ച് എന്താന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എക്സിന് ഏത് വാല്യൂം അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ എന്ത് പറ്റൂല, 0 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ആ ഒരു റേഞ്ച് നമ്മൾ എങ്ങനെയാ പറയാ, ഓപ്ഷൻ ബി R- സെറ്റ് 0, അതായത് 0 എന്നുള്ള എലമെന്റ് ഒഴികെ ഏത് റിയൽ നമ്പറും നമുക്ക് അവിടെ എന്ത് ചെയ്യാം, കൊടുത്താൽ നമുക്കൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലെ. ഇനി നേരെ മറിച്ച് നമ്മൾ 6 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലോ, അവിടെ 6 എന്ന് പറയുന്ന ആ ഒരു സെറ്റിൽ നമുക്ക് 0 എന്നുള്ള നമ്പർ അല്ലെങ്കിൽ 0 എന്നുള്ള എലമെന്റ് ഇൻക്ലൂഡഡ് ആണ്. സോ 1/0 ബിക്കംസ് ഇൻഫിനിറ്റി അല്ലെ. അപ്പൊ ആ ഒരു കേസിൽ അവിടെ എന്തല്ല, ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ അവിടെ മാച്ച് ചെയ്യണില്ല. ഓക്കെ, മാപ്പ് ചെയ്യണില്ല. ഡൊമൈൻ ഓഫ് ക്ലിയർ അല്ല? ഓക്കെ, ക്വസ്റ്റ്യൻ കൂടി റിപ്പീറ്റ് ചെയ്യുക. ഇഫ് f(x) is equal to ഇൻവേഴ്സ് നമുക്ക് ഏത് റേഞ്ച് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.
ഓക്കെ, റിയൽ നമ്പേഴ്സ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഏത് വാല്യൂ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x², ദെൻ എഫ് ഓഫ് ജി ഓഫ് 2 ഈസ്. നേരത്തെ നമ്മൾ പറഞ്ഞാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താ? എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കേസിൽ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് 2 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഓരോരോ ലെയർ ആയിട്ട് പുറത്തേക്ക് വരിക. അതായത് ജി ഓഫ് 2 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ജി ഓഫ് 2ല് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് എഫ് ഓഫ് എക്സിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുക. അതായത് എഫ് ഓഫ് ഏതാണോ വാല്യൂ കിട്ടുന്ന ആ വാല്യൂ കൊടുക്കുമ്പോൾ ഇതിലേതാ ഓപ്ഷൻ എന്നുള്ളത് നോക്കുക. അപ്പൊ അതിന്റെ ആൻസർ എന്താ കിട്ടുക? 11. ഓക്കെ, വെരി ഗുഡ്. 11 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് ജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് 2 കൊടുത്താൽ 2² 4 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മൾ എഫ് ഓഫ് 4 എന്നുള്ള വാല്യൂ കാണുക. അപ്പൊ എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് നമ്മൾ 4 എന്നുള്ള വാല്യൂ കൊടുക്കുക. അതായത് എഫ് ഓഫ് എക്സിൽ എക്സിന് 4 കൊടുത്താൽ 2 × x + 3 becomes 2 × 4 + 3 എന്നാവും. അപ്പൊ 2 × 4 എന്ന് പറഞ്ഞാൽ 8, 8 + 3 എന്ന് പറഞ്ഞാൽ 11. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ഈ ഒരു ഓരോ ഫങ്ഷൻസിന്റെയും ഗ്രാഫ് അറിഞ്ഞിരിക്കൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ മോഡ് എക്സ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ഫംഗ്ഷന്റെ ഗ്രാഫ് ഏത് ഫോമിലാണ് വരിക? നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴും അത് എന്ത് വാല്യൂസേ നമുക്ക് റിട്ടേൺ ചെയ്യുള്ളൂ? പോസിറ്റീവ് വാല്യൂ. അപ്പൊ 0 എന്ന് കൊടുത്താൽ 0 എന്ന് പറഞ്ഞിട്ട് വരും. നമ്മൾ ആ ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യണത് ആലോചിക്കുക. 1 എന്ന് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1, ഇനി 2 എന്ന് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മോഡ് 2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. 3 കൊടുത്താൽ 3. അതായത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് അങ്ങനെ ആ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ പോകും. ഇനിയിപ്പോൾ നമ്മൾ നെഗറ്റീവ് നമ്പർ കൊടുക്കുകയാണെങ്കിലോ അത് താഴത്തേക്കല്ല പോവുക. -1 കൊടുത്താൽ അതിന്റെ വാല്യൂ എന്താ കിട്ടുക? 1 എന്ന് പറഞ്ഞിട്ട് പ്ലോട്ട് ചെയ്യും. -2 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 2 എന്ന് പറഞ്ഞിട്ട് പ്ലോട്ട് ചെയ്യും. അപ്പൊ ഏത് ഷേപ്പിലാണ് അത് ആ ഒരു പ്ലോട്ട് നമുക്ക് കിട്ടുക? വി ഷേപ്പ്. വി ഷേപ്പ്ഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് ഒരു സിഗ്നം ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ കേട്ടിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയോ? ദ സിഗ്നം ഫംഗ്ഷൻ -1 0 1. ഓക്കെ, വെരി ഗുഡ്. അതെ, -1 0 1. ഓക്കെ, അപ്പൊ ആ ഒരു ഫംഗ്ഷൻ എങ്ങനെയാ വരുന്നത്? അതിന്റെ ആ ഒരു നമ്മളെങ്ങനെ ആ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക? -1 0 1 എന്നുള്ളത് എങ്ങനെ കിട്ടിയത്? mod x by x അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ സിഗ്നം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് ലെസ് ദാൻ 0, 0-നേക്കാളും ലെസ് ദാൻ ആവുന്ന കേസിലൊക്കെ അതിന്റെ വാല്യൂ എന്താ വരിക? -1. എക്സിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അതിന് 0 എന്ന് പറഞ്ഞിട്ടും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1 എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക സിഗ്നം ഫംഗ്ഷന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് -1 0 1 എന്നുള്ളതാണ് ഒരു മാപ്പിംഗ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x - 3 ദെൻ എഫ് ഓഫ് എക്സ് കുഡ് ബി. ഏതാവും? ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ തന്നെ അതേ ഫംഗ്ഷന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ നമ്മുടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ നമ്മൾ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ 2x - 1 എന്നുള്ള ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 2x - 1 എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ? ആ 2x - 1 എന്നുള്ളതിന് അടുത്ത ഫംഗ്ഷന്റെ ഇൻപുട്ട് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? 2x - 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? എക്സ് എന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ 2 ടൈംസ് അതിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക.
ഇവിടെ ആ എക്സ് എന്നുള്ളതിന് പകരം 2x-1 ആണ് നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷന്. അപ്പൊ ആ 2x-1 എന്ന് പറയുന്നതിന്റെ 2 ടൈംസ് നമ്മൾ എടുക്കുക, എന്നിട്ട് അതിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു ഫോമിലാണ് അത് ചെയ്യേണ്ടത്. ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഏതാ ഓപ്ഷൻ ആൻസർ വരിക? ഓപ്ഷൻ എ എന്നുള്ളതാണ് 2x-1. കാരണം 2x-1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിനെ നമ്മൾ എഫ് ഓഫ് എക്സ്, ആ നടുവത്തെ എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? അതിന്റെ പിന്നെയും 2 ടൈംസ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ള ഫോമിൽ വരും. അപ്പൊ 2 × 2x-1 എന്ന് പറഞ്ഞാൽ അതെന്താവും? 4x-2 എന്നാവും. പിന്നെ ഒരു -1 കൂടി ഉണ്ട് അല്ലെ, സബ്ട്രാക്ട് ചെയ്യണം ഒരു 1 ആ കിട്ടണ ആ ഒരു ആൻസറിന്. അപ്പൊ 4x-3 എന്ന് പറഞ്ഞിട്ട് കിട്ടണമെങ്കിൽ ആ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്താവണം? 2x-1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് മിസ്സായ, ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്, സോറി. ഇനി നെക്സ്റ്റ് വണ് വരുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്കൊരു 3 ടൈംസ് നമ്മൾ ആ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ പോലെ നമ്മൾ ചെയ്യുമ്പോൾ, അപ്പൊ ഇനി നമുക്ക് എത്ര കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നാലൊരു പ്രശ്നമല്ല. നമ്മൾ ഞാൻ ആ പറഞ്ഞ ആ ഒരു ലോജിക്ക്, നമുക്ക് അറിയണ ആ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി. അതായത് ആ ഉള്ളിൽ നിന്ന് നമ്മൾ അങ്ങനെ ലെയർ ആയിട്ട് പുറത്തേക്ക് വരിക. അപ്പൊ ആദ്യത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുക? ഗിവൺ ആയിട്ടുള്ള 1/x കൊടുക്കുക. എന്നിട്ട് അതിനെ അടുത്ത ആ ഒരു ഫംഗ്ഷന്റെ ആ ഒരു കിട്ടിയ ഔട്ട്പുട്ടിനെ നമ്മൾ നെക്സ്റ്റ് വണ്ണിന്റെ ഇൻപുട്ട് ആയിട്ട് എടുക്കുക. അതിന്ന് കിട്ടിയതിന് അടുത്തതിന്റെ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അങ്ങനെ എന്താണ് ആൻസർ കിട്ടുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ എന്താ അതിന്റെ ആൻസർ വരിക? ഓക്കെ, 1/x എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാ അത് നോക്കുക? എഫ് ഓഫ് എക്സ്, അപ്പൊ നമ്മൾ ആ നടുവത്തെ ആ ഒരു ലെയർ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x എടുത്താൽ അതിന്റെ എഫ് ഓഫ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? നമ്മുടെ ഉള്ളിൽ എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 1/, എന്നുള്ള ഫോമിൽ എഴുതുക അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് മീൻ ചെയ്യണത്? ഇപ്പൊ എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ മാത്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ അതിനെ നമുക്ക് എന്ത് എഴുതാം? 1/മാത്സ് അക്കാഡമി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജി ഡി എന്നാണെങ്കിൽ എഫ് ഓഫ് ജി ഡി എന്ന് പറയുമ്പോൾ 1/GD എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുക. അതായത് എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യും? 1/, എന്നുള്ള ഫോമിൽ എഴുതും. അതാണ് ആ ഒരു ഫംഗ്ഷൻ കൊണ്ട് മീൻ ചെയ്യണത്. അപ്പൊ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ളത് എന്താ? 1/x ആണ്. അപ്പൊ എഫ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ 1/1/x വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. അതായത് 1 ഡിവൈഡഡ് ബൈ 1/x എന്ന് പറയുന്നത് എന്താവും? ബൈ എക്സ് മോൾക്ക് പോയിട്ട് അത് x/1 എന്നുള്ള ഫോമിലാവും. ദാറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. പിന്നെ എന്ത് നമുക്ക് ഉണ്ടാവും ഒരു ക്വസ്റ്റ്യനിൽ? എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അടുത്ത ഇൻപുട്ട് ഫംഗ്ഷൻ, ഫൈനൽ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഉള്ളത്തിന്റെ ഒന്നും കൂടിയും 1/, എന്നുള്ള ഫോമിൽ എഴുതുക. അപ്പൊ ഫൈനലി നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1/x എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x-2 ദെൻ എഫ് ഓഫ് 2x+1 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആ ഒരു കേസിൽ എന്താ വരിക? 6x+1 എങ്ങനെയാ നമുക്ക് കിട്ടുക? അത് ജസ്റ്റ് എക്സിന്റെ സ്ഥാനത്ത് 2x+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, വെരി ഗുഡ്. എക്സിന്റെ പ്ലേസിൽ നമ്മൾ 2x+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 ടൈംസ് x-2 എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ 3 ടൈംസ് എക്സിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുക? 2x+1 എന്ന് കൊടുത്താൽ 3 ടൈംസ് 2x+1 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 6x+3. നമുക്ക് എന്തും കൂടിയും ചെയ്യണം. ആ കിട്ടുന്ന ആൻസറിന് ഒരു -2 ഉണ്ട് അല്ലെ, 3x-2. അപ്പൊ നമ്മൾ 3 ടൈംസ് കണ്ടുപിടിച്ചു. അതേപോലെ നമ്മൾ 2 സബ്ട്രാക്റ്റും ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6x+3 -2 എന്നുള്ള ഫോമിൽ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 6x+1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് ഇഫ് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു mod x - 3 + 2 ഈസ് ഷിഫ്റ്റ് ഓഫ് mod x by 3 units right 2 units up 3 units left 2 units down. അപ്പോൾ 3 units left 2 units up 3 units right 2 units down. അത് ആൻസർ വരിക.
അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ജസ്റ്റ് പറഞ്ഞ ഒരു ഇത്. നമുക്ക് ആ ഒരു ഗ്രാഫിന്റെ ആ ഒരു ഐഡിയ വേണം. നമുക്ക് ആ ഒരു ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആ സെന്ററിൽ പോയിന്റ് ചെയ്യണ രീതിയിൽ ഒരു വി ഷേപ്ഡ് ഫിഗർ ആണ് എന്നുള്ളത്. അപ്പൊ അതന്നെ നമ്മൾ -3 എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രാഫ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക, അതേപോലെ 2 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുക, അതേപോലെ 2 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുക, അതേപോലെ മൾട്ടിപ്ലിക്കേഷന്റെ കേസ്, അങ്ങനെ ഓരോ കേസും നമുക്ക് അറിയണം. അതിന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ നമ്മൾ ആ ഒരു വാല്യൂസ് ഇൻപുട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ജനറൽ ഐഡിയ ഇപ്പോൾ ബ്രാക്കറ്റിന്റെ മോഡുലസിന്റെ ഉള്ളിൽ സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ ചേഞ്ച് വരിക, അതേപോലെ മോഡുലസിന്റെ ഉള്ളിൽ അഡീഷൻ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ ചേഞ്ച് ചെയ്യുക, ഏത് സൈഡിലേക്കാ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ മുകളിലേക്കാണോ താഴത്തേക്കാണോ. അപ്പോൾ ആ ഒരു ലോജിക്ക് അതാണ് അവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക എന്ന് പറയാൻ പറ്റുമോ? 3 യൂണിറ്റ് സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടാ മൂവി ഉണ്ടാവുക? ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ 0 എന്ന് കൊടുത്താൽ 0 - 3 പറയുമ്പോൾ mod 3 + 2 എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 + 2 5 എന്ന് പറഞ്ഞിട്ട് വരും. അതായത് 0 5 എന്നുള്ളതാണ് ഒരു കോർഡിനേറ്റ്. ഇനി നമ്മൾ ആ എക്സിന് 3 എന്നുള്ള വാല്യൂ കൊടുത്താൽ അത് എന്താ 3 + 3, അതായത് അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസും അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ നോക്കുക. ഓക്കെ, അപ്പോൾ എങ്ങോട്ടാ വരുന്നുണ്ടാവുക? mod x - 3 എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ വരുന്നുണ്ടാവുക? ജസ്റ്റ് 2 നമ്മൾ ആഡ് ചെയ്യേണ്ട mod x - 3 എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എക്സിന് 3 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് x - 3, അതായത് മോഡുലസ് ഓഫ് 3 - 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് mod 0. ഓക്കെ, അപ്പൊ ആ ഔട്ട്പുട്ട് കിട്ടിയത്, അതായത് വൈന്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടിയത് 0 എന്നും എക്സിന്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടിയത് 3 എന്നും. അപ്പൊ 3,0 എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതായത് നമുക്ക് ആക്ച്വലി നമുക്കൊരു മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താണ്? 0,0 എന്നുള്ള ആ ഒരു പോയിന്റ് ആണ്. അവിടുന്ന് അത് എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്തായി? 3,0 എന്നുള്ള പോയിന്റിക്ക് എത്തി. ഇനി നമുക്ക് +2, അതായത് ആ ഒരു ഫംഗ്ഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? 2 ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് മുകളിലേക്കാണോ താഴത്തേക്കാണോ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത അതേ ആ ഒരു ലോജിക് തന്നെ യൂസ് ചെയ്യുക. അപ്പൊ mod x എന്നുള്ളത് കൂടി 2 നമ്മൾ ആഡ് ചെയ്താൽ അത് എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുക. ആ ഒരു രണ്ടും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് ആ ഒരു ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 3 യൂണിറ്റ്സ് റൈറ്റ് എന്നും അതേപോലെ 2 യൂണിറ്റ്സ് അപ്പ് എന്നുള്ള രീതിയിൽ, +2 എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ 2 യൂണിറ്റ് മോൾക്ക് കയറിയിട്ട് എന്നുള്ള ഫോമിലാവും വരുന്നുണ്ടാവും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് if f of x plus y is equal to f of x plus f of y for all x comma y belongs to R, find f of 1 is equal to 3, then f of 4 is നമുക്ക് f of 1 is equal to 3 എന്ന് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ f of 4 എന്ന് പറയുന്നത് എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചെറിയ ലോജിക്ക് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ? നമുക്കറിയാം f of x plus y is equal to f of x plus f of y എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അൾജിബ്രായിക് ഫംഗ്ഷൻ എന്നുള്ള ഒരു പാർട്ടിൽ നമ്മൾ സമ്മ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 2 ഫംഗ്ഷൻസ് നമ്മൾ ഇതേപോലെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്നുള്ള ഫോമിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗിവൺ ആയിട്ടുള്ള കാര്യം f of 1 is equal to 3 എന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ f of 4 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. 12 എന്ന് പറഞ്ഞിട്ട് കിട്ടും. എങ്ങനെ കിട്ടിയത്? f of 1 plus f of 1 plus f of 1 plus f of 1. ഓക്കെ, വെരി ഗുഡ്. അതായത് നമ്മൾ 4 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 + 1 + 1 എന്നുള്ള രീതിയിൽ എഴുതി. എന്തുകൊണ്ടാണ് 1 + 1 + 1 എഴുതിയത്? കാരണം നമുക്ക് തന്നിട്ടുള്ളത് f of 1 is equal to 3 എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് f of 2 is equal to 3 ആണെങ്കിൽ നമ്മൾ 4നെ എന്ത് ചെയ്യുക? 2 + 2 എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് 1 + 1 + 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. ഈ നേരത്തെ നമ്മൾ പറഞ്ഞു f of x plus y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യുക? f of x plus f of y എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പൊ f of 1 + 1 + 1 + 1 + 1 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? f of 1
പ്ലസ് എഫ് ഓഫ് വൺ പ്ലസ് എഫ് ഓഫ് വൺ പ്ലസ് എഫ് ഓഫ് വൺ എന്നുള്ള ഫോമിൽ എഴുതാം. അതിൽ ഓരോ എഫ് ഓഫ് വണ്ണും എന്താണ് അതിന്റെ വാല്യൂ 3 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 ടൈംസ് 3 എന്ന് പറഞ്ഞാൽ 12 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ